ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു യൂട്യൂബിലൊരു വീഡിയോ ചെയ്തു വരണം, അല്ലെങ്കിൽ ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. എനിക്കോ പൊന്നൂസിനോ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഒരു വിവാദങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളതൊരു പോസ്റ്റിൽ ഒതുക്കിയത് ഇൻസ്റ്റാഗ്രാമിൽ. സത്യമാണോ? നിങ്ങളുടെയൊക്കെ അമ്മയാണ് സത്യം. യുവർ മദേഴ്സ് പ്രോമിസ്. ഇതിന് മുന്നേ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായപ്പോഴും ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അടിയിൽ പൊന്നൂസ് എവിടെയെന്ന് ചോദിച്ച കമന്റ്സുകൾക്ക് ഞാൻ അന്ന് റിപ്ലൈ ആയിട്ടാണ് അന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പക്ഷേ അപ്പോൾ ആ സമയത്ത് അത് നിങ്ങൾ ഓരോരുത്തരാണ് അന്ന് അതൊരു പ്രാങ്ക് ആണെന്നും ഞാൻ പൊന്നൂസിനെ വീട്ടിൽ ഒളിപ്പിച്ചിട്ട് വീഡിയോ ചെയ്തതാണെന്നും ഒരാൾക്കാരന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അന്നത്തെ എൻ്റെ ഒരു വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പൊന്നൂസ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ ഒരു സീന് കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ അന്ന് എൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവൾ എൻ്റെ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണെന്നും ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഓരോരുത്തരാണ് അത് നെഗറ്റീവ് ആക്കിയിട്ടും ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയതാണെന്നും നിങ്ങൾ ഓരോരുത്തരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് വീഡിയോസ് ഇട്ടപ്പോൾ പൊന്നൂസിൻ്റെ അതൊരു തംബ്ലെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കണു. അന്നത്തെ ഒരു ഇതിൽ ഫ്ലാഷ് ബാക്ക് അതായത് ഒരു തമ്മിൽ ഉണ്ടായിരുന്നു പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട്. നമ്മള് ഒരു ഹസ്ബൻഡ് ആവുമ്പോ അത് ഒരിക്കലും നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരാള് സ്വന്തം ഭാര്യയെ പറ്റി പൊന്നൂസിന്റെ അവിഹിതം എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിൽ ഇടുന്നുള്ളത്. ആ വീഡിയോസിന് ഒടുക്കത്തെ വ്യൂസ് ആയിരുന്ന വീഡിയോസിന്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. കാരണം നെഗറ്റീവുകൾക്ക് ആൾക്കാർക്ക് എപ്പോഴും കണ്ടിരിക്കാൻ ഒരു ഇതാണ്. എനിക്ക് ഇവനെ പണിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വേർപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഞാനപ്പോ ആ ഒരു രീതിക്ക് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതായി പറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് കുറേ പേര് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. പൊന്നൂസ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സ്വാഭാവികം. സത്യമായിട്ടും പറയാണ്, അങ്ങനെയൊന്നുമില്ല. പൊന്നൂസ് നല്ലൊരു കുട്ടിയാണ്, ഒരിക്കലും ഞാൻ അവളെ മോശം പറയണം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഒരിക്കലും അവളൊരു മോശക്കാരിയോ അങ്ങനെയൊന്നും അല്ല. അത് അന്ന് എൻ്റെ തെറ്റുകൊണ്ട് മാത്രം ഞാൻ അന്ന് ഒരു ക്യാപ്ഷൻ ഇട്ടാണ് അന്ന്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. പിന്നെ ചിലർ പറയുന്നുണ്ട് ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി കാണിക്കാണെന്ന്. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും. ഫോർച്യൂണർ എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തരം താന്ന പരിപാടിയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല. അണ്ണന്റെ ജീവിതത്തിൽ കള്ളല്ലാതെ വേറെ എന്തും പറഞ്ഞിട്ടുണ്ട് എന്റെ അണ്ണ. ഇപ്പൊ ഞാൻ അവള് വിളിക്കാതിരിക്കുക ശത്രുക്കളോ അങ്ങനെയൊന്നുമല്ല. വിളിക്കാറുണ്ട്, കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സംസാരിക്കാറുണ്ട്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഞാൻ അവള് തമ്മിലില്ല. ഇനിയിപ്പോ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഇനിയിപ്പോ സ്കൂളിൽ വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടൊക്കെ അവളിന് ഇനിയും പാടെ ചിലപ്പോൾ ഒരുമിച്ചിട്ടൊക്കെ നിങ്ങൾ കണ്ടേക്കാം. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. ശരി.